നന്നായിട്ട് നല്ല കച്ചവടം കിട്ടിയിട്ട് ഗവൺമെൻറ് മേലോടെ എല്ലാം സാധനം മേടിച്ച് കിട്ടിയിട്ട് SPC ഭൂമിത്രയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 17 മൂലകങ്ങളാണ്. സമ്പൂർണ്ണ വളമാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും ഉദ്ഘാടന കമ്പനി നിർവഹിക്കാനായിട്ട് സാറിന് അതുപോലെ തന്നെ ഇതിന് വന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെ ആധാരമാക്കി ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ്. ശരിക്കും നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിലധികമായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. പഞ്ചായത്തുകളിലും എല്ലാം ആശുപത്രികൾ, പ്രാഥമിക ഹെൽത്ത് സെന്ററുകൾ, അതുപോലെ റെഫറൽ ഹോസ്പിറ്റലുകൾ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇന്ന് നേരത്തെക്കാളും ആളുകളുടെ ആരോഗ്യം കൂടുകയാണോ കുറയുകയാണോ? കുറഞ്ഞുകൊണ്ടായിരിക്കണം. പക്ഷെ പല രീതിയിലുണ്ട്. നമുക്കറിയാം അലോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി അങ്ങനെ എല്ലാ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ കൂടിക്കൂടി വരുന്നു. പക്ഷെ രോഗികളുടെ എണ്ണം അതും കൂടിക്കൂടി വരും. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന അന്നമാണ്. അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, അതോടൊപ്പം തന്നെ കേൾക്കുന്ന ശബ്ദം, കൊള്ളുന്ന സൂര്യന്റെ ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന അന്നം. ഇതിനെ ശരിയാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ഇതിന് നമുക്ക് ഒരേ ഒരു മാർഗം ജൈവ കൃഷിയുള്ളൂ. അപ്പൊ ജൈവ കൃഷിയിലൂടെ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം, അതായത് ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം, അതിലെ പോഷകമൂല്യമുള്ള ഭക്ഷണം, ഇതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ ഒന്നും മാത്രമേ ഉള്ളൂ, നല്ല മണ്ണ്. അവർക്ക് കൊടുക്കാനുള്ള ആരോഗ്യത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം. അപ്പൊ എല്ലാവരും നമ്മൾ ജൈവ കൃഷിയിലേക്ക് മടങ്ങുക. അതായത് ശരിക്കും പറഞ്ഞാൽ പ്യുവറായിട്ട് ജൈവത്തിലുള്ള ഒരു സാധനമാണ് കേരള. ഞങ്ങളുടെ MG യൂണിവേഴ്സിറ്റിയിൽ ഉള്ള അവിടെ പഠിച്ചിറങ്ങിയവര് ജയാൽ സാറിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന വളങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാവരും ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ച് വീട്ടിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ, കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫലവൃക്ഷങ്ങളും വെച്ച് ഉപയോഗിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 45 വെറൈറ്റി പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും പർപ്പസ് ഓരോന്നാണ്. ഏറ്റവും പ്രധാനമായിട്ടാണ് pH ബൂസ്റ്റർ. അതായത് മണ്ണിന്റെ pH ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ ഇടുന്ന വളം എടുക്കണമെങ്കിൽ ചെടികൾ മണ്ണിൽ pH ബാലൻസ് ചെയ്യും. pH ബാലൻസ് ചെയ്യുന്ന പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ ഈ 7 എന്നുള്ള pH വരുള്ളൂ. നമ്മുടെ മണ്ണിന്റെയൊക്കെ pH 4.5 ആണ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ pH ബൂസ്റ്റർ. അപ്പൊ ചെടികൾക്കും എല്ലാം നമുക്ക് വലിയ വലിയ തെങ്ങിനൊക്കെയാണ് ഇതൊരു 3 കിലോ വെച്ചിട്ട് കൊടുക്കണം. പക്ഷെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെയാണ് ഓരോ പിടി വെച്ചിട്ട് കൊടുക്കാൻ മതി. എല്ലാത്തിനും നിർബന്ധമായിട്ട് വേണ്ടത്, അതായത് കടലിലെ മുരിങ്ങക്കൊക്കെ പൊടിച്ചതിനകത്ത് നമ്മൾ കുറച്ച് കൾപ്പറും അതുപോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ്. അടുത്തതാണ് നമുക്ക് ഭൂമിത്ര. ഭൂമിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അടങ്ങി. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അമിനോ, മൈക്രോ, സീവീഡ് ജെൽ, അതോടൊപ്പം തന്നെ ഒരുപാട് ചെടികൾക്ക് വേണ്ട നീം വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്തത് 3 തരം പിണ്ണാക്കെല്ലാം കൂടിയ വളമാണ് ഈ ഭൂമിത്ര. അതായത് ചെടികളുടെ വലിപ്പവും അതിന്റെ ആ ഒരു ഇതനുസരിച്ച് ഇപ്പൊ നമുക്ക് തെങ്ങിനൊക്കെയാണ് ഇതൊരു 3.5 കിലോ വലുത് ഇട്ട് കൊടുക്കണം. പക്ഷെ ചെറിയതിനാണ് ഓരോ പിടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നിർബന്ധമായിട്ട്. ഇത് ബയോഗ്രീൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചെടികളും നമ്മൾ നോക്കുമ്പോൾ ഒരു മഞ്ഞ നിറം കാണാം. കാരണം അതിനകത്ത് ഹരിതകം കുറവാണ്. ആ ഹരിതകം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഏറ്റവും വലിയ മൂലകമാണ് മഗ്നീഷ്യം. ഈ മഗ്നീഷ്യത്തിനെ നമ്മൾ കൊടുക്കുന്ന ഓർഗാനിക് രീതിയിൽ കൊടുക്കുന്ന വളമാണ് ബയോഗ്രീൻ. ബയോഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്നുള്ള പാറപ്പൊടിയാണ് ഇത്. പിന്നെ ഇനിയും ബയോ പവർ ഉണ്ട്. ബയോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിത്ര പോലെ തന്നെ, ഇതൊക്കെയാണ് ബയോ പവർ. ബയോ പവർ ഭൂമിത്ര പോലെ തന്നെയുള്ള ഒരു പ്രോഡക്റ്റാണ്. അതിന്റെ കൂടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കൂടി സീവീഡ് ജെൽ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങളെല്ലാം കൂടുതൽ അടങ്ങിയിരിക്കുന്ന
സാധനം. ഇത്രയാണ് നമുക്ക് വേണ്ട പ്രധാനമായിട്ട് അടിസ്ഥാന വളങ്ങൾ. പിന്നെ നമുക്ക് ചെടികളുടെ വേര് വരാനുള്ള ഹ്യൂമിക് ഉണ്ട്, അതുപോലെ തന്നെ ചെടി വളരാനായിട്ട് കൾഡിക്കുണ്ട്, ചെടി നല്ല രീതിയിൽ പൂക്കാനായിട്ടുള്ളത് അമിനോ, പൂത്ത് കഴിഞ്ഞിട്ട് പൂ പൊഴിയാതിരിക്കാൻ നമുക്കറിയാം വെള്ളക്ക പൊഴിച്ചിലൊക്കെ നമുക്ക് അതിനാണ് ഈ മൈക്രോയും സീവീഡ് ജെല്ലും. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്കൊരു പ്രോഡക്റ്റാണ് ഇത്. ഇത് നിർബന്ധമായിട്ട് എല്ലാവരും മേടിക്കേണ്ട ഒന്നാണ്. ഇതെന്നാ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയും. ഈ സാധനം കേട്ടിട്ടുണ്ട്, SPC ഹോമിയോ അഗ്രോ കെയർ കേൾക്കാത്തവർ കുറവാണ്. ഇത് സർവ്വരോഗ സംഹാരിയാണ്. നമുക്ക് ചെടികളിൽ നമുക്ക് തെങ്ങിനൊക്കെ ചെല്ലി ഒരു കാരണവശാലും വരൂല, അതുപോലെ തന്നെ കൂമ്പ് ചെയ്യല്, അതുപോലെ തന്നെ വീട്ടിൽ തന്നെയാണ് എലി, അങ്ങനെ ഒരു സാധനം വരരുത്. ഇതിന് വേരിൽ കൊടുക്കുവാണ്. 3 മെത്തേഡ് ഉണ്ട്. കൂമ്പിലിടാം, മണ്ണിലിടാം, വേരിലിടാം. ഇതിന്റെ വീഡിയോ അയച്ചു തരാം. അപ്പൊ ഇത് നിർബന്ധമായിട്ടും എല്ലാവരും വീട്ടിൽ മേടിക്കണം, ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ലേ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെങ്ങ് കൃഷി ചെയ്യും. തെങ്ങില് 2, 3 അതിന്റെ വീഡിയോ അയച്ചു തരാം. 3 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. വേരിൽ കൊടുക്കാം, ഒന്ന് നല്ല വേരെടുത്ത് അതിൽ കൊടുക്കാം. രണ്ടാമത്തത് 2 സൈഡിലും ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതിന് 10 ഗ്രാം എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഒരു തെങ്ങിന്റെ അപ്പുറത്ത് ഒരു കുഴി വിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 3ാമത്തെ തടം കൂമ്പിലൊഴിച്ചു കൊടുക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഇത്. എന്തായാലും എല്ലാവരും മേടിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതുമായ ഒരു ഓരോതിനെ പറ്റിയുള്ള ഒരു ബ്രൗസർ ഉണ്ട്. ബ്രൗസർ ഉണ്ടെങ്കിൽ വരുന്നവർ ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു ഹെൽപ്പുണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് അന്തരീക്ഷത്തില് ഒരു 78% നൈട്രജൻ ഉണ്ട്. പക്ഷെ ആ നൈട്രജനെ ചെടികൾക്ക് കിട്ടത്തില്ല. അപ്പൊ ചെടികൾക്ക് ആ നൈട്രജനെ കിട്ടാനായിട്ട് കൊടുക്കുന്ന മണ്ണിൽ കൊടുത്താൽ മതി. ഇത് യൗഗീകരിച്ച് മണ്ണിൽ കൊടുക്കും. അങ്ങനത്തെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. അല്ലല്ല, എല്ലാ ചെടികൾക്കും. പച്ചക്കറികൾക്കൊക്കെയാണ് ഒരു ചെടിയുടെ 1/3 ഭാഗത്ത് മാത്രം മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങൾ വരത്തില്ല. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇതെല്ലാവരും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 3 തെങ്ങിന് ഉപയോഗിക്കാം. നമ്മളിത് ഈ സാധനം നമ്മൾ കൊണ്ടുപോയാല് വെറും 2 ഗ്രാം മതി. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കഴിഞ്ഞാൽ 300 ml വെച്ചാണ് 3 തെങ്ങിന് ഉപയോഗിക്കുന്നത്. അതന്നെ കീടം, എലി അതൊന്നും വരത്തില്ല. അതിന് തന്നെ ആ സാധനം തന്നെ ഇതേ മെത്തേഡിൽ വെള്ളം അതിനകത്ത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം ചെടി തന്നെ വലിച്ചെടുത്ത് അതിനെ പ്രതിരോധിക്കും. ആ സാധനമാണ്. പക്ഷേ കോൺടാക്ട് എന്ന് പറയും. കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചാൽ ആ പെസ്റ്റിന്റെ മേത്ത് വീഴുമ്പോൾ മാത്രം അത് ചത്തു. അതാണ് ഈ കോൺടാക്ട് ഉള്ളത്. ഇത് സിസ്റ്റമിക് ആണ്. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ വ്യത്യാസം. ഇത് പൂപ്പൽ പറന്നു പോകത്തില്ലേ പച്ചക്കറിയുടെ ഇലയിലൊക്കെ. പിന്നെ ഫംഗസ് മാസ്ക് എന്ന് പറഞ്ഞ് വേറെ ഒന്നും ഉണ്ട്. അതെടുത്ത് നോക്കി കൊടുക്കണം. ഫംഗസ് മാസ്ക് ഉണ്ട്. അത് വെള്ളിച്ച ഒരിക്കലും വെള്ളിച്ചൻ്റെ അടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും അതായത് നമ്മുടെ ഈ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വളം എന്തിനേലും ഒരു ആവശ്യം എന്നുള്ളതല്ല, ഓരോ പർപ്പസിനുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വേര് വളരാനുള്ളുണ്ട്, ചെടി വളരാനുണ്ട്, പൂക്കാനുണ്ട്, പൂ പൊഴിയാതെ. അതാണ് അമിനോ റെഡ്. അമിനോ എന്ന് പറയുന്നത് ആ റെഡ് കളർ. ഇത് നമ്മൾ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യയിൽ എടുത്തിട്ട് ചെടിയിൽ നമുക്ക് ഈ മാവൊക്കെ പൂക്കാതിരിക്കുമല്ലോ, ജൂലൈ മാസം ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പൂക്കും. എല്ലാം ഓർഗാനിക് ആണ്. ജൂലൈ മാസം നമ്മൾ ഏറ്റവും തുമ്പ ഭാഗം ചെറുതായിട്ട് ഫോൺ ചെയ്ത് കൊടുക്കണം മാവിന്റെ. എന്നിട്ട് ഇത് എല്ലാത്തിനും ഇതുപോലത്തെ മാവൊക്കെയാണ് എല്ലാത്തിനും, മാവിന്, പ്ലാവിന്, പച്ചക്കറിക്ക് എല്ലാത്തിനും ഉണ്ടാവില്ല. എല്ലാത്തിനും ഇത് പൂക്കാനുള്ളത്, പൂ കഴിഞ്ഞിട്ട് കായ്ക്കാനുള്ളത് ഇതാ. നമ്മളിത് എടുക്കുമ്പോ പൂക്കും, നിറച്ച് പൂക്കും. പക്ഷെ ആ പൂവെല്ലാം കായ്ക്കല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കാൻ മാത്രം പ്രോട്ടീൻ കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പോലെ തന്നെ അബോർഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷ്മ മൂലങ്ങളാണ് ഈ മൈക്രോ, പിന്നെ സീസൈം എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കായ്ക്കാനല്ലേ. കായ്ക്കാനതല്ല ഇതും ഇതും 2 കഴിക്കാൻ.
പിന്നെ ചെറുതുണ്ട്. ചാണകത്തിന് അതെ, ചെറുതുണ്ട്. കുറച്ചേ ഉള്ളെങ്കിൽ ഇച്ചിരി ചെടി ഉള്ളെങ്കിൽ ചെറുത് കൊണ്ടുപോകും. ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ലാഭമാകാം. വിലയിൽ നല്ല വ്യത്യാസം. മറ്റാണോ ചോദിക്കുക? ചാണകത്തിന് പകരം റൈക്കോ കെയറാ. ചാണകത്തിന് പകരം ചാണകം കിട്ടാനില്ല. ചാണകത്തിന് പകരമാണ് ഏറ്റവും നല്ല സാധനം. ബയോഗനല്ലത് ചാണകം കിട്ടാനില്ല. ചാണകപ്പൊടി കൊണ്ടുപോയി ചാണകപ്പൊടി അല്ല ഗുണം. അതായത് നമുക്കറിയാം ഈ ചാണകത്തിൽ ആകെപ്പാടെ നൈട്രജൻ മാത്രമേ നമുക്ക് കിട്ടുന്നു. പിന്നെ മണ്ണിലൊരു ഇളക്കം കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിന്റെ വേസ്റ്റ് അതെല്ലാം കമ്പോസ്റ്റ് സാധനമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് അങ്ങനെ പറയുന്നത് നമ്മള് രോഗികളായി മാറാം. നമ്മൾ ആശുപത്രിയിൽ കൊണ്ടേ മരുന്നുകൾക്ക് കൊടുക്കാതെ നമ്മൾ ഈ രീതിയിലേക്ക് വിളിച്ച് നമുക്ക് ആരോഗ്യം കിട്ടും. അതല്ലേ നമ്മളിപ്പം കൊടുക്കുന്ന കാര്യം ബിരിയാണി കൊടുക്കും. 100-ലൊന്ന് കൊടുത്താൽ മതി. മാത്രല്ല നമുക്ക് നമ്മൾ ഹെൽത്തി ആവും. നമുക്ക് ബൂസ്റ്റൊക്കെ വലിയ പാക്കറ്റ് ഉണ്ട്. ഇതിട്ടാലേ നമ്മൾ കിടക്കുന്ന സാധനം എടുക്കണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്തിടാം. സാറിന് എന്ത് കൃഷിയുള്ളത്? ഇത് ഇച്ചിരിയേ ഉള്ളൂ. പച്ചക്കറിക്കാവില്ല. നമ്മൾ പച്ചക്കറിയൊക്കെ ആൾക്കാർ വേറെ കൃഷി. നമ്മുടെ ചെടിയുള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ടാ ഓർണമെന്റൽ പ്ലാന്റ്സിന് നമ്മൾ ഇത് 3 കൂടി മിക്സ് ചെയ്ത് കുറേശ്ശെ കൊടുത്താൽ നല്ല ഗ്രോത്ത് പറയണേ ഇവിടെ വരും. അതിന് മുമ്പ് അത് കഴിഞ്ഞുള്ള ഫോട്ടോ എടുത്താൽ മതി. പിന്നെ കൊണ്ട് തന്നെ ഇരിക്കും. എന്നാ പിന്നെ കറക്റ്റ് കുറച്ച് ബിനോയെ വിളിച്ചേ. ബിനോയെ പഠിക്കും. നല്ലൊരു കൃഷിക്കാരനാണ്. അല്ല നമ്മളെ ചെടി കൊണ്ട് ഇതിലെ ഇട്ട് പഠിക്കേണ്ടത്. പിന്നെ ഒരു ദിവസം എന്ത് കൃഷിയുള്ളത്? നമുക്ക് ജാതിയുണ്ട്. ജാതിയുടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഭയങ്കര വിസണ്ട. കാരണം ജാതിയില് ഇല കൊഴിച്ചിലില്ല, കാ കൊഴിച്ചിലില്ല. ഫംഗസ് പോലെ ഫംഗസ് വരുന്നുണ്ട്. അതിന്റെ സാധനം ഉണ്ട് ഇവിടെ. ഈ റൈക്കോകെയറില്ലേ? റൈക്കോകെയർ നിങ്ങൾ ഈ ഭൂമിത്രയിൽ സമ്പുഷ്ടീകരിച്ച് കൊടുത്താൽ മതി. സ്പ്രേ ആണോ? സ്പ്രേ ഈ നാര് പോലത്തെയാണ്. ആ സാധനം രണ്ട് വെള്ളയുണ്ട്, കറുപ്പുണ്ട്. എന്തിന്റെയാണ് ഈ അല്ലേ? ജാതിക്ക് മറ്റൊരു തെറ്റാ. കാരണം കുറച്ച് അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ തന്നെ കമ്പോസ്റ്റ് എത്ര കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലും ഈ PH ബൂസ്റ്റ് കൊടുത്തിരിക്കണം. നിർബന്ധമുള്ള കാര്യം. അതൊരു 3.5 കിലോയിൽ ഒരു ജാതി കൊടുക്കണം. 3.5-4 കിലോ കൊടുത്താലും നല്ല. ഒരു വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ചില ജൈവവളങ്ങളൊക്കെ അവര് തന്നെ വന്ന് ഇട്ട് കൊടുക്കും. കാരണം ആൾക്കാർ കിടത്തിട്ടുണ്ട്. അതെല്ലാം ഓരോ പർപ്പസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും ഓരോ ഇതാണ്. ഞാൻ പറഞ്ഞു ചെടിയിൽ വേര് വരാനുള്ളതുണ്ട്. നമ്മൾ ചില ചെടികളുണ്ട് നല്ല വെയിലുണ്ട്, നമ്മൾ വളം എത്ര കൊടുത്താലും ചെടി അങ്ങനെ. അതെന്താന്ന് പറഞ്ഞാൽ ചെടിയുടെ വേര് ശരിയല്ല. അപ്പൊ നല്ല രീതിയിൽ ചെടിന് വേര് വരാനുള്ളതാണ് ഈ ക്യുമിക്ക്. ക്യുമിക്ക് എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ഇതാണ് ക്യുമിക്ക്. ഇത് നല്ല രീതിയിൽ ചെടികൾക്ക് വേര് വരാനുള്ളത്. വേര് കഴിഞ്ഞിട്ട് ചെടി നല്ല രീതിയിൽ വളരാനാണ് പള്ളി. ശരിക്കും നമ്മൾ അടിസ്ഥാനം അവിടെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ക്യുമിക്ക് കൊടുത്ത് വേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വളർച്ചയ്ക്ക് പൂക്കാറാവുമ്പോൾ അമിനോ കൊടുക്കുന്നു. പിന്നെ അമിനോയും മൈക്രോയും സീവീഡ് ജെല്ലും സീറ്റയും കൂടി ഒന്നിച്ചു കൊടുക്കും. പൂക്ക് നനവ് വേണം മണ്ണില്. കാരണം ഇതെല്ലാം സൂക്ഷ്മ ജീവികളുള്ള സാധനമാണ്. അതുകൊണ്ട് അതിനും തവണ വളരെ എഫക്റ്റീവ്. നിങ്ങളിപ്പം സാറൊരു കാര്യം ചെയ്യും, ഒരു പത്രജാതി ഉണ്ട് സാറിന്.
നല്ലൊരു കർഷകനാണ്. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പെരിമെന്റ് ബേസിൽ ഒരു 15 എണ്ണത്തിന് 20 എണ്ണത്തിന് നമ്മൾ പറയുന്ന അത്രയും രീതിയിലൊന്നും ഇടണം. അത് കഴിഞ്ഞിട്ട് മറ്റേതിൽ വേറെ ഇട്ട് കൊടുക്കും. അപ്പൊ ആ വ്യത്യാസം അറിയാം. ഒരു 15 എണ്ണത്തിന് ഞാൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞേ 3 കിലോ ബയോ പവർ ഇടണം, 3 കിലോ പീച്ച് ബുക്ക് ഇടണം, 1 കിലോ ബയോബിൻ ഇടണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അമിനോയും മൈക്രോയും ഇവിടെ അല്ലെങ്കിൽ പൂത്ത് നല്ല രീതിയിൽ ഇത്ര സാധനങ്ങൾ കൊടുത്താൽ സാറിന്റെ നമ്പർ വെച്ചിട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഈ സാർ ഇപ്പൊ തന്നെ ഇട്ട് കൊടുത്തു. ഇനി താമസിക്കണം. ഇതാണ് സമയം. നമുക്ക് 2 തവണയാ ഒരു വർഷത്തിലുള്ള. ഒന്ന് മെയ് ജൂൺ ഈ സമയത്ത്, രണ്ടാമത് സെപ്റ്റംബർ ഒക്ടോബർ. അയച്ചവരാണെങ്കിലേ അതനുസരിച്ച് നോക്കാം. മാവൊക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അല്ല തോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറയാൻ പാടില്ല. നല്ല മുഴുവൻ ആൽപ്പാനായിട്ട് അവിടെ മുഴുവനും ഇത് നീ ഉണ്ടാവോ? അത് വിനോയും കൂടെ ഉണ്ടാ രണ്ടുപേരോടാട്ടെ. അപ്പൊ ഞാൻ ചെക്ക് കൊടുത്തു. നീ ഏതാമോ? അതിന്റെ കാര്യം